സ്റ്റുഡൻസ്, നമുക്കിന്ന് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ. ഫസ്റ്റ് എന്താ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്? ചിത്രം നോക്കിയിട്ട് പേര് പറയാനല്ലേ. നെയിം ദ ഫോളോയിങ്. ഓക്കെ, ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട് അല്ലേ. നല്ലൊരു ഐ ഉണ്ട്. അതിനെന്താ നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിച്ച്? കണ്ണ്. ചക്രം, പീഠം, തത്ത. അരിയിളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? പറ. 10 സ്കോറാണ് കേട്ടോ. ഓരോന്നിനും 2 സ്കോർ ചെയ്താണ്. അപ്പോൾ നമ്മുടെ ബുക്കിലുള്ള പിക്ചേഴ്സിന് എന്താ പേര് പറയുക ഒക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ. നെക്സ്റ്റ്, ചിത്രങ്ങളുടെ പേരും വിട്ടിട്ട് പോയ അക്ഷരങ്ങളും പറയാനാണ്. ഇവിടെ ഒരു മണീൻ്റെ ചിത്രം ഉണ്ട് അല്ലേ. നീന്നുണ്ട്. മാ നമ്മൾ എഴുതാൻ പഠിച്ചതല്ലേ, അക്ഷരങ്ങളൊക്കെ ഡിക്റ്റേഷൻ ഇട്ട് പഠിച്ചതാണല്ലേ നമ്മൾ. അപ്പോൾ മാ. അതേപോലെ മുയൽ, മുയൽ. യാ ചേർത്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, വളേൻ്റെ പിക്ചർ ഉണ്ട്, ള. അപ്പം നമ്മൾ ഇത് എഴുതി കൊടുക്കും വായും പായും മാറിപ്പോകരുത്. ഒരു തവളേൻ്റെ പിക്ചർ ഉണ്ട് അല്ലേ, ഫ്രോഗ്. തവ എന്നുണ്ട്, ള എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, ഒരു കപ്പലിൻ്റെ പിക്ചർ, കപ്പ എന്നുണ്ട്, ചില്ലക്ഷരം എഴുതി കൊടുക്കുക. 10 സ്കോർ. നെക്സ്റ്റ്, ക്രമമായിട്ട് പൂരിപ്പിക്കുക വേണം, പറയാൻ വേണം. നമ്മളെ ടേം 3 തുടങ്ങണ വ്യഞ്ജനാക്ഷരങ്ങൾ അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു അക്ഷരങ്ങൾ സെക്കൻഡ് ടേമിന്നൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ച ജൻ ധന്യ എഴുതും വേണം, പറയും വേണം. 12 സ്കോറാണ് കേട്ടോ. ത ദൻ ധന്യ, പ ഫ ഭം ഭമ്മ. ഓക്കെ, ക്ലിയർ ആയിട്ട് എഴുതിയാൽ 12 സ്കോർ. എഴുതാനും പഠിക്കുക, വായിക്കാനും പഠിക്കുക. അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം, അക്ഷരങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു അക്ഷരം വന്നാൽ എഴുതാനും അറിയണം, വായിക്കാനും അറിയണം. ഇത് ഏതക്ഷരം? പ അല്ലേ. ച. ഓക്കെ, അവരെ തിരിച്ചറിയണം. ചുവടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ തുടങ്ങുന്ന ഓരോ വാക്ക് പറയണം. ഓരോ വാക്ക്. ഗ വെച്ചിട്ട് നമ്മുടെ കഴിഞ്ഞ ബുക്കിലാണല്ലേ ഗണപതി. ജ വെച്ചിട്ട് ജനൽ, ജവാൻ ഒക്കെ പറ്റും. ഞാ വെച്ചിട്ട് ഞണ്ട്, ഞാറ്. ഓക്കെ, ബ വെച്ചിട്ട് നമ്മൾ ഈ ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ബലൂൺ. പിന്നെന്താ നമ്മൾ പഠിച്ചേ? ബലൂൺ, ബാലൻ. ഓക്കെ, വാ വെച്ചിട്ട് വള. അതേപോലെ വാ വെച്ചിട്ട് എന്താ പഠിച്ചേ? വല. ഓക്കെ, ഇനി നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണല്ലേ. ചേരുംപടി ചേർക്കാൻ. നമ്മളെ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, ചില്ലക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് അഭ്യാസം ചേരുംപടി ചേർക്കാൻ. ഇതൊക്കെ നമ്മൾ ശരിക്കും ചെയ്തതാണല്ലേ. അതേപോലത്തെ ഒരു ചിത്രമാണ് കേട്ടോ. ഷ വെച്ചിട്ട് ആദ്യം അറിയണത് ഫില്ലാക്കുക, അപ്പം നമുക്ക് മറ്റേത് കിട്ടും. ഷ വെച്ചിട്ട് ശലഭം, ഞാ വെച്ചിട്ട് ഞണ്ട് അല്ലേ. ഞാക്കെ നമ്മളെ കഴിഞ്ഞ ബുക്കിലായിരുന്നു, ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ. മാ വെച്ചിട്ട് മണി, സർപ്പം, ദന്തം. ഇനിയൊരു നഴ്സറി ഗാനം പാടാനാണ്. ഇതിന് എത്ര സ്കോർ? 10 സ്കോർ അല്ലേ. നഴ്സറി ഗാനം മലയാളത്തിൽ നമ്മൾ ഈ 2 പാട്ടാണ് പഠിച്ചിട്ടുള്ളത്, എട്ടുകാലി മരം ഒരു മരം അല്ലേ. നമുക്ക് മരം ഒരു മരം ചൊല്ലിയല്ലോ. ചെടിയില്ലെങ്കിൽ പൂവില്ല, പൂവില്ലെങ്കിൽ കായില്ല, മരമില്ലെങ്കിൽ വനമില്ല, വനമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ പുഴയില്ല, ജലമില്ലെങ്കിൽ നാമില്ല, മരം ഒരു വരം. ഓക്കെ, എത്ര സ്കോർ? 3 സ്കോർ. ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി, അല്ലെങ്കിൽ എട്ടുകാലിൻ്റെ പാട്ട് പാടിക്കൊടുത്താലും മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.